ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖല്ലേ? ജേനാസ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് മട്ടർ പനീർ മസാലയുടെ റെസിപ്പി ആയിട്ടാണ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തിന്റെ കൂടിയായാലും നാനിന്റെ കൂടിയായാലും എന്തിനെ ഗീ റൈസിന്റെ കൂടിയായാലും ഫ്രൈഡ് റൈസിന്റെ കൂടിയായാലും ഏതിന്റെ കൂടിയായാലും നന്നായിട്ട് മാച്ച് ചെയ്യുന്ന എന്നാൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പനീർ എടുത്തിട്ടുണ്ട്. ഞാനിത് ഫ്രോസൺ പനീറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് അമൂലിന്റെ പനീറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ പനീർ നമ്മൾ ഫ്രോസൺ ആകുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പാക്കറ്റ് അങ്ങ് പൊട്ടിച്ചിട്ട് ഇത് കുറച്ച് സമയം വെള്ളത്തിൽ ഇട്ട് വെക്കണം. എന്നാൽ ഇതൊരു കുറച്ച് സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ. ഇപ്പൊ നന്നായിട്ട് ഇത് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. അതുപോലെ തന്നെ ഞാൻ മട്ടർ വെച്ചാൽ ഗ്രീൻ പീസ് എടുത്തിട്ടുള്ളത് ഫ്രോസൺ ഗ്രീൻ പീസ് ആണ്. അപ്പോൾ ഫ്രോസൺ ഗ്രീൻ പീസ് ആകുമ്പോൾ നമുക്ക് കുക്കിംഗ് ടൈം എളുപ്പത്തിൽ കുക്ക് ചെയ്യാൻ പറ്റും. ഇത് കുക്ക് ചെയ്യുന്നതിന്റെ ഒരു 10 മിനിറ്റ് മുന്നേ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെക്കണം കുറച്ച് സമയം. എന്നാൽ ഇതിങ്ങനെ പെട്ടെന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് മാറും കേട്ടോ. അപ്പോൾ അങ്ങനെ രണ്ടും ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ പനീറിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം, ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് കറി ഉണ്ടാക്കാം. ഓക്കെ, നമ്മളെ മട്ടർ പനീർ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാത്രം അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇത് പനീർ ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അത് റോസ്റ്റ് ചെയ്യാണ്ടും ചെയ്യാം കേട്ടോ. ഞാനിവിടെ റോസ്റ്റ് ചെയ്തിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അങ്ങനെ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. ശേഷം നമുക്ക് നമ്മൾ എടുത്തു വെച്ച പനീർ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഞാൻ പനീർ സൺഫ്ലവർ ഓയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡും ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പൊ നമ്മൾ ഇട്ട് കൊടുത്ത പനീറെല്ലാം ചെറുതായിട്ട് ഒരു ഷാലോ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഓവറായിട്ട് ഫ്രൈ ആകണ്ട. ഓവറായിട്ട് ഫ്രൈ ആയിട്ട് ഒരു റബ്ബർ പോലെ ആയി പോകും. അപ്പോൾ നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പൊ ഞാനിവിടെ പനീർ മുഴുവൻ എണ്ണയിൽ നിന്ന് മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പനീർ ഫ്രൈ ചെയ്ത ഈ സെയിം എണ്ണയിലേക്ക് തന്നെ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുക. സാദാ ജീരകം കേട്ടോ, ചെറിയ ജീരകം. അതിലേക്ക് നമുക്ക് ഒരു സവാള അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഞാനിവിടെ 2-3 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക്. ഇത്രയും സാധനങ്ങളും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ ഇട്ട് കൊടുത്ത ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം നമുക്ക് അരച്ചെടുക്കേണ്ടതുകൊണ്ടാണ് ഈ വലിയ പീസസ് ആക്കി ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിന്റെ കൂട്ടത്തിൽ ഞാനൊരു 5-10 കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഞാൻ ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്, സ്ലൈസ് ചെയ്തിട്ട്. ഇതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരണം കേട്ടോ. അതുവരെ നമുക്കിത് വഴറ്റിയെടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്ത തക്കാളിയും ഉള്ളിയും എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. തക്കാളിയെല്ലാം നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മസാലക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഇത്രയും പൊടികൾ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പൊടികളെ പച്ചമണെല്ലാം ഒന്ന് മാറി വരട്ടെ. 2 മിനിറ്റ് കൊണ്ട് തന്നെ പൊടികളെ പച്ചമണെല്ലാം മാറിക്കിട്ടും. ഈ സിമ്മിലിട്ട് വെക്കുക, കരിഞ്ഞു പോകരുത്. അതിനുശേഷം നമുക്കിത് ഈ പൊടികളും ഈ പച്ചക്കറികളും എല്ലാം മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് കസൂരി മേത്തി കൂടി ചേർത്ത് കൊടുക്കണം. ഇത് ഉലുവച്ചപ്പ് ഉണക്കിയതാണ് കേട്ടോ. അത് ഒന്ന് കൈനെ കൊണ്ടൊന്ന് തിരുമിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ കസൂരി മേത്തി ഇട്ട് കൊടുക്കുന്ന സമയം നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. നോർത്ത് ഇന്ത്യൻ ഡിഷസിലെല്ലാം കൂടുതലും എല്ലാവരും കസൂരി മേത്തി യൂസ് ചെയ്യും. നമ്മളെ പൊടികളെല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് തണിഞ്ഞതിന് ശേഷം ഇത് നന്നായിട്ട് ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നേരത്തെ വഴറ്റിയെടുത്ത മസാല ഞാനിവിടെ ഫൈൻ പേസ്റ്റ് ആയിട്ട് തണിഞ്ഞതിന് ശേഷം അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സെയിം പാത്രത്തിൽ തന്നെയാണ് മസാല വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ ഒട്ടും തരിയില്ലാണ്ട് മാക്സിമം നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് അരച്ചെടുക്കണം. ഇനി ഞാനൊരു പാത്രം ആ സെയിം പാത്രം തന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാത്രം നന്നായി ചൂടായി വന്നിട്ട് ഒരു 1/2 ടീസ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബട്ടറെല്ലാം ഓരോള്ള ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ബട്ടർ ഒന്ന് നന്നായിട്ട് മെൽട്ടായിട്ട് വരണം.
നമ്മളെ ബട്ടർ ഇപ്പം മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വോൾ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഒരു കഷ്ണം പട്ട, 2-3 ഗ്രാമ്പു, 2-3 ഏലക്കായ, ഒരു നുള്ളി പെരിഞ്ജീരകം, ഇത്രയും സാധനങ്ങളാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് മെൽട്ടായ ബട്ടറിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ഈ അരച്ച മസാലയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ അരച്ചെടുത്ത മസാല ബട്ടറിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. എണ്ണയ്ക്ക് നന്നായിട്ട് തെളിഞ്ഞ് വരണം കേട്ടോ. ആ ടൈം വരെ നമുക്ക് വഴറ്റിയെടുക്കുക. അപ്പം നമ്മളെ മസാലയുടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. എണ്ണയെല്ലാം തെളിഞ്ഞ് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. എത്രയാണോ ഗ്രേവി വേണ്ടതെന്ന് വെച്ചാൽ ആ ഗ്രേവിക്ക് കണക്കായിട്ട് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1.5 ഗ്ലാസോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് ഉപ്പെല്ലാം ചെക്ക് ചെയ്ത് നോക്കുക. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇതിൽ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് ഉപ്പിന്റെ കുറവുണ്ടായിരുന്നു. ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളെ ഗ്രേവിയുടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമുക്ക് അതിലേക്ക് നേരത്തെ കഴുകി വെച്ച ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുക. ഇത് ഫ്രഷ് ഗ്രീൻ പീസ് ആകുമ്പം ഒരു 10 മിനിറ്റേ വേണ്ടു കേട്ടോ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. 10 മിനിറ്റ് കൊണ്ട് ഫ്രോസൺ ഗ്രീൻ പീസ് വെന്ത് കിട്ടും. നമ്മളെ സാധാരണ നമ്മൾ കുതിർത്തിട്ട് ആക്കുന്നതാണെങ്കിൽ ആദ്യം ഗ്രീൻ പീസ് വേവിച്ചെടുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ വേവാൻ കുറേ ടൈം എടുക്കും. അപ്പോൾ ഒരു 10 മിനിറ്റ് സമയം നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അതിനുശേഷം കാണാം. നമ്മൾ ഗ്രീൻ പീസ് ഇട്ട് കൊടുത്തിട്ട് തിളക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 5 മിനിറ്റോളായി. ഇനി നമുക്ക് അതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച പനീർ ചേർത്ത് കൊടുക്കാം. പനീർ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി പനീറും ഗ്രീൻ പീസും എല്ലാം ഈ ഗ്രേവിയിൽ കിടന്ന് തിളച്ച് ചാറെല്ലാം വറ്റി ഗ്രീൻ പീസെല്ലാം നന്നായിട്ട് വെന്ത് കുറുകി വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതുവരെ നമുക്ക് ഒരു മൂടി വെച്ച് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. പനീർ പെട്ടെന്ന് വെന്തിട്ട് ഒരു 5 മിനിറ്റ് പനീറിന്റെ കുക്കിംഗ് ടൈം ഉള്ളൂ. ഗ്രീൻ പീസിന് ഒരു 5 മിനിറ്റ് ഇനി വേണ്ടി വരുള്ളൂ. 5 മിനിറ്റ് ഓൾറെഡി അത് വെന്ത് കഴിഞ്ഞു. 10 മിനിറ്റ് കൊണ്ട് തന്നെ കാര്യങ്ങൾ നടക്കും. അതുവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മളെ പനീർ മട്ടർ മസാല അടുപ്പത്ത് വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റോളായി. ഗ്രീൻ പീസെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. പനീറിലെല്ലാം നന്നായിട്ട് മസാല പിടിച്ച് അടിപൊളി തിക്ക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു ലാസ്റ്റ് ടച്ച് പോലെ ഒരു 1/2 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാര എന്തിനാ ചേർത്ത് കൊടുക്കുന്നത് വെച്ചാൽ എല്ലാ ടേസ്റ്റും ഒന്ന് ബാലൻസ് ആയി കിട്ടും. ആ ഒരു പുളിയും ഉപ്പും എരിവും എല്ലാം ഒന്ന് ബാലൻസ് ആയി കിട്ടാനാണ് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് കുറച്ച് കസൂരി മേത്തിയും കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവ ചപ്പ് ഉണക്കി പൊടിച്ചത് കേട്ടോ. ഇത് രണ്ടും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മളെ ഗ്രേവി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമുക്ക് കുറച്ച് ഫ്രഷ് ക്രീമും കൂടി മുകളിലേക്കിടെ ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നല്ല റിച്ച് തിക്ക് ഗ്രേവി ആയിട്ടുള്ള ഒരു മസാലയാണ് കേട്ടോ. കാഷ്യൂനട്ടും ബട്ടറും ക്രീമും എല്ലാം കൂടിയിട്ട് നല്ല ടേസ്റ്റാണ് ഈ കറി. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവർ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടെ. അടിപൊളി, നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുമെന്ന്. അപ്പോൾ നമ്മളെ പനീർ മട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് കാണാൻ? അടിപൊളിയല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പോൾ തൊട്ടടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.